നന്മ വിളങ്ങുവാൻ പ്രകാശിതരാകുവാൻ ഏകുക നിൻ ദിവ്യ വചനമിന്നും. യേശുവിൻ്റെ ഭക്ഷണമേശയ്ക്ക് മാത്രം എന്താണ് ഇത്ര വലിപ്പം? അതാണ് ഇന്നത്തെ ഗോസ്പല് നമ്മളെ ചിന്തിപ്പിക്കുന്ന ഒരു കാര്യം. യേശു മത്തായിയെ വിളിക്കുന്നു, മത്തായിയുടെ കൂടെ ഭക്ഷണത്തിനിരിക്കുന്നു. യേശു ഇരിക്കുമ്പോൾ മത്തായിയും യേശു മാത്രമല്ല ആ ഭക്ഷണമേശയിലിരുന്നത്. പാപികളും ചുങ്കക്കാരും എല്ലാവരും വന്നിരുന്നു. ആ ഭക്ഷണമേശ കുറച്ചും കൂടി വലുതായി. എല്ലാവർക്കും അവിടെ ഭക്ഷണം ഉണ്ടായിരുന്നു. അങ്ങനെ യേശു പുതിയൊരു സെലിബ്രേഷൻ അവിടെ തുടങ്ങുകയാണ്. ഈ സെലിബ്രേഷൻ, ഈ ഗ്യാതറിങ് ഇഷ്ടപ്പെടാത്ത ഫരിസേയർ ചോദിച്ചു, നിങ്ങളുടെ ഗുരു എന്തുകൊണ്ടാണ് ഇങ്ങനെ പാപികളുടെയും ചുങ്കക്കാരുടെയും ഭക്ഷണത്തിനിരിക്കുന്നത്? ഫരിസേയരുടെ ഈ ചോദ്യം ഒരുപക്ഷെ കാലഘട്ടത്തിന് ന്യായമായിരിക്കാം, പക്ഷെ ഹൃദയം കൊണ്ട് ചിന്തിക്കുമ്പോൾ അത് അന്യായമാണ്. കാരണം കുറേ നിയമങ്ങൾ മാത്രം ഉള്ളിൽ സൂക്ഷിച്ച മനുഷ്യർക്ക് എങ്ങനെ മനുഷ്യരെ അകറ്റാമെന്നേ ചിന്തിച്ചിട്ടുള്ളൂ, മറിച്ച് എങ്ങനെ അടുപ്പിക്കാമെന്ന് ചിന്തിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ നിയമങ്ങൾ അവരിങ്ങനെ മനുഷ്യരെ അകറ്റി നിർത്തി. ഹൃദയത്തിൻ്റെ സ്നേഹം ആരെയും അടുപ്പിക്കാൻ അനുവദിച്ചില്ല. ക്രിസ്തു മറിച്ചാണ് ചെയ്തത്. നിയമങ്ങളൊക്കെ പൂർത്തീകരിച്ച് സ്നേഹമെന്ന ഒറ്റ വാക്കിൽ ഒതുക്കി. എന്നിട്ട് കുറച്ചും കൂടി ഹൃദയത്തെ വിശാലമാക്കിയപ്പോൾ യേശുവിൻ്റെ ഭക്ഷണമേശയും വലുതായി. അവിടെ എല്ലാവർക്കും ഇരിക്കാൻ ഇടമുണ്ട്. അവിടെ സൗഹൃദ സംഭാഷണങ്ങളുണ്ട്. അവിടെ സ്നേഹത്തിന് ഇടമുണ്ട്. പ്രിയമുള്ളവരെ, ഇന്നത്തെ ഗോസ്പല് നമുക്ക് നൽകുന്ന റിഫ്ലക്ഷൻ ഇതാണ്. നമ്മുടെയൊക്കെ ഭക്ഷണമേശയ്ക്ക് എന്തുമാത്രം വലിപ്പമുണ്ട്, നമ്മളുടെയൊക്കെ ഹൃദയത്തിന് എന്തുമാത്രം വലിപ്പമുണ്ട്. യേശു ആഗ്രഹിക്കുന്നത് കുറച്ചും കൂടി വലിപ്പമുള്ള ഒരു ഭക്ഷണമേശ നമുക്കൊക്കെ ഉണ്ടാകണമെന്നാണ്. ഈ വലിപ്പമുള്ള ഭക്ഷണമേശ ഉണ്ടെങ്കിൽ, വലിപ്പമുള്ള ഹൃദയമുണ്ടെങ്കിൽ അവിടെ എല്ലാവർക്കും ഇരിക്കാൻ ഇടമുണ്ടാകും. ചിലപ്പോൾ നമുക്കിഷ്ടപ്പെടാത്ത മനുഷ്യരുണ്ടാകും, നമ്മളെ വേദനിപ്പിക്കുന്ന മനുഷ്യരുണ്ടാകും, നമ്മളെ സ്നേഹിക്കുന്ന മനുഷ്യരുണ്ടാകും, നമ്മളെ ചേർത്ത് പിടിക്കുന്ന മനുഷ്യരുണ്ടാകും. എല്ലാവർക്കും ഹൃദയത്തിലിടമുണ്ടാകണം. ക്രിസ്തുവിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതായിരുന്നില്ലേ? യേശുവിൻ്റെ അവസാന അത്താഴമേശയിൽ പോലും ഒറ്റിക്കൊടുക്കാൻ പോകുന്നവരും തള്ളിപ്പറയാൻ പോകുന്നവരും ഓടി ഒളിക്കാൻ പോകുന്നവരും എല്ലാവർക്കും ഇടമുണ്ടായിരുന്നു. ആരും അവിടെ മാറ്റി നിർത്തപ്പെട്ടിട്ടില്ല. സ്നേഹമുള്ളവരെയും, ഇന്നത്തെ ഗോസ്പല് കുറച്ചും കൂടി വലിപ്പമുള്ളൊരു ഭക്ഷണമേശ പണിയാൻ നമ്മളെ ക്ഷണിക്കുന്നുണ്ട്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. സ്നേഹിപ്പാൻ പഠിപ്പിച്ച യേശുവേ, നിന്റെ സ്നേഹം നീ ഞങ്ങൾക്കേകണേ. സൃഷ്ടിയാം മാനവനെ തേടിയിങ്ങ് സ്വർഗരാജ്യം വെടിഞ്ഞു വന്നോനേ. ദേവാധിദേവനെ സർവപൂജിതനെ, മനുഷ്യരക്ഷയ്ക്കായി സ്വയം നൽകിയോനേ. നന്മ വിളങ്ങുവാൻ പ്രകാശിതരാകുവാൻ ഏകുക നിൻ ദിവ്യ വചനമിന്നും. രക്ഷയ്ക്കായി സ്വയം നൽകിയോനേ. നന്മ വിളങ്ങുവാൻ പ്രകാശിതരാകുവാൻ ഏകുക നിൻ ദിവ്യ വചനമെന്നും. സ്നേഹിപ്പാൻ പഠിപ്പിച്ച യേശുവേ, നിന്റെ സ്നേഹം നീ ഞങ്ങൾക്കേകണേ.
രോഷം വിട്ടകല സ്നേഹം ചൊരിയ ഒരു തിരിവെട്ടം കാണാൻ അണയുമ്പോ പാവനാത്മാവേ എൻ്റെ ഉള്ളിൽ വരേണമേ, പാരിതിൽ ദാസർ ഞങ്ങൾ കേണിടുന്നു. രോഷം വിട്ടകലാൻ സ്നേഹം ചൊരിയാൻ ഒരു തിരിവെട്ടം കാണാൻ അണയുമ്പോൾ പാവനാത്മാവേ എൻ്റെ ഉള്ളിൽ വരേണമേ, പാരിതിൽ ദാസർ ഞങ്ങൾ കേണിടുന്നു. സ്നേഹിപ്പാൻ പഠിപ്പിച്ച യേശുവേ